ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ അടങ്ങിയ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യയായ സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു തആല പ്രകൃതിപരമായി കൊണ്ട് മനുഷ്യരായ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ സംവിധാനിച്ച് നൽകിയിരിക്കുന്നത്. അഥവാ മനുഷ്യരായ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിനനുസരിച്ചു കൊണ്ടുള്ള സംവിധാനങ്ങളാണ് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അത് പ്രകൃതിപരമായി കൊണ്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ, പ്രകൃതിപരമായി കൊണ്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമുക്കറിയാം. വായു, വെള്ളം, വെളിച്ചം, അതുപോലെ തന്നെ തണുപ്പ്, ചൂട്, രാവ്, പകല്, കാറ്റ്, ഇതെല്ലാം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെ നമുക്ക് പരീക്ഷണമായി കൊണ്ടും അല്ലാഹു തആല നൽകുകയും ചെയ്യും. അതെങ്ങനെയാണ് പരീക്ഷണമായി തീരുന്നത്? മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഏറ്റവും പ്രധാനമായി കൊണ്ടും വേണ്ടത് വെള്ളമാണ്. വെള്ളമില്ലാത്തൊരവസ്ഥ നമുക്കറിയാം. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ എടുത്തു വെച്ച് നോക്കിയാൽ ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന ആ ഒരു ചെറിയ ഇറച്ചി കഷ്ണം, അത് കിടക്കുന്നത് വെള്ളത്തിലാണ്. ആ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് അതങ്ങനെ വളർന്നു വലുതായിക്കൊണ്ട് വരുന്നത്. അത് നമ്മളായി തീരുന്നത്. ഭൂമിയിൽ പിറന്നു വീണതിന് ശേഷവും വെള്ളമില്ലാത്തൊരവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. വെള്ളമില്ല എങ്കിൽ കുടിക്കാൻ വെള്ളം വേണം, ഭക്ഷണം പാചകം ചെയ്യാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം, വസ്ത്രം കഴുകാൻ വെള്ളം വേണം. അങ്ങനെ വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് വെള്ളം. എന്നാലോ ആ വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഒരല്പം കൂടുതലായി പോയാലോ അവിടെ പരീക്ഷണമായി മാറുകയാണ്. ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണത്, അല്ലേ? വെള്ളം കുറച്ച് ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം, ഒരു രാത്രി 1 മണി മുതൽ ഏതാണ്ട് 4 മണി വരെ മഴ പെയ്തപ്പോഴേക്കും
അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ വർഷിപ്പിച്ചപ്പോഴേക്കും അത് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾക്ക് പരീക്ഷണമായി മാറി. പ്രയാസത്തിലേക്ക് മനുഷ്യരെത്തിച്ചേർന്നു അല്ലേ? ഉറങ്ങിക്കിടന്ന മനുഷ്യർ തൻ്റെ ശരീരത്തിലേക്ക് വെള്ളം വന്ന് മുട്ടിയപ്പോഴാണ് അറിയുന്നത് മഴ പെയ്തു, വെള്ളം ഇതാ നമ്മുടെ വീട്ടിനകത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന്. ആലോചിച്ച് നോക്ക്. അള്ളാഹു മുൻകൂട്ടി പറഞ്ഞിട്ടല്ല മഴ വർഷിപ്പിക്കുന്നത്. മനുഷ്യരുടെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ അതൊരു ഭാഗത്ത്. എന്നാൽ അള്ളാഹു ഏത് നിമിഷമാണോ മഴ വർഷിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്, ആ തീരുമാനം അള്ളാഹു തആല നടപ്പാക്കിയിരിക്കും. ആ വെള്ളം മനുഷ്യർക്ക് ഉപകാരപ്രദമായി തീരുകയും ചെയ്യും, എന്നാൽ പരീക്ഷണവും ആയി തീരുകയും ചെയ്യും. വെള്ളമില്ലാത്തൊരവസ്ഥയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഒരുപാട് ഏക്കർ കണക്കിന് കൃഷിനിലങ്ങളുള്ള ആളുകളുണ്ട്. പലതരത്തിലുള്ള കൃഷികൾ, തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്, നെല്ലുകളുണ്ട്, അങ്ങനെയുള്ള മറ്റു പലതരത്തിലുള്ള കൃഷികൾ നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. വെള്ളമില്ലാതെ വരുന്നൊരവസ്ഥയിൽ ആ കൃഷികളൊക്കെ എന്തായിത്തീരും? നശിച്ചു പോകും. വിളവെടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും അല്ലേ? വെള്ളം വേണം അത് വളർന്ന് വലുതായി വരാൻ, പാകപ്പെടാൻ. എന്നാലോ അത് വളർന്ന് വലുതായി പാകപ്പെട്ടു, അവിടെയും പ്രശ്നമാണ്. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹു മഴ വർഷിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊയ്യാൻ നിൽക്കുന്ന നെല്ലുകളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ആ വെള്ളം കയറി അത് നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. അവിടെയും ആ വെള്ളം തന്നെയാണ് അല്ലാഹു തആല പരീക്ഷണമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. അതിനെ തള്ളിപ്പറയാൻ പറ്റുമോ? മഴയെയും വെള്ളത്തെയും ശപിക്കുവാൻ കഴിയുമോ? കുറ്റം പറയാൻ കഴിയുമോ? ഒരു മുസ്ലിമായി ജീവിക്കുന്ന, മുഅ്മിനായി ജീവിക്കുന്ന, മുത്തഖിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതിന് പാടില്ലാത്തതാകുന്നു, കഴിയുകയുമില്ല. അതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല കൃത്യമായി നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ എന്താണെന്നറിയോ? സൂറത്ത് മുൽക്കിന്റെ ഒരു വചനം, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവ് വെള്ളം കൊണ്ടുവന്ന് തരിക? വലിയൊരു ഗൗരവമുള്ളൊരു ചോദ്യമാണ്. ചെറിയൊരു ആയത്താണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല പറയുന്നത് എന്താ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാദൻ ഫലൗലാ തഷ്കുറൂൻ. സൂറത്തുൽ വാഖിഅയിലൂടെ അല്ലാഹു തആല നമ്മളോട് പറയുന്നൊരു കാര്യമാണ്. ഇനി നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മറ്റൊരു ചോദ്യമാണ്, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്നും ഇറക്കിയത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി. നിങ്ങളാണോ? നമ്മളോടാണ് ചോദിക്കുന്നത് അല്ലാഹു തആല. നിങ്ങളാണോ ആ വെള്ളത്തെ മേഘത്തിൽ നിന്നും ഇറക്കിയത്? അതല്ല, നാം ആണോ ഇറക്കിയവൻ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. എത്ര യാഥാർത്ഥ്യമാണ് ഈ ചോദ്യം? നിഷേധിക്കാൻ കഴിയോ? മാറ്റിവെക്കാൻ കഴിയോ? തള്ളിക്കളയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. ഒന്നുമല്ലാതിരുന്നൊരവസ്ഥയിൽ നിന്നും സൃഷ്ടിച്ച് പരിപാലിച്ച് ഭൂമിയിലേക്ക് ഇറക്കി വെച്ച് ഭൂമിയുടെ കാഴ്ചകളും പ്രകൃതികളും എല്ലാം അനുഭവിപ്പിച്ച് ആസ്വദിപ്പിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആ റബ്ബിന്റെ ഈ ചോദ്യം, അത് ബുദ്ധിയും ബോധവും വിവേകവും നൽകിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രസക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ചിന്തിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ.
ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ചെന്നാണ്. ഇത്രയൊക്കെ പ്രായമായില്ലേ നമ്മൾക്ക് ഓരോരുത്തർക്കും? എത്രത്തോളം വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം വല്ല കണക്കുണ്ടോ? ആരോടെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്ര വെള്ളം കുടിച്ചു, ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചു എന്ന് കണക്ക് ബോധിപ്പിച്ചിട്ടുണ്ടോ ആരോടത്തെങ്കിലും? ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ലിറ്റർ വെള്ളം ഓരോ സമയത്ത് അല്ലാഹു തആല നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ തരുന്നു നമുക്ക് വേണ്ടിയിട്ട്, അല്ലേ? ഓരോ ലിറ്റർ വെള്ളത്തിന്റെ കുപ്പി വെള്ളം നമ്മളിങ്ങനെ കുടിക്കാറുണ്ട്. പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ, അല്ലേ? ആലോചിച്ച് നോക്കി ഇതിന്റെ ഗൗരവം എത്രയാണെന്ന്. ഇതില്ലാതെ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇവിടെയാണ് ഈ വെള്ളത്തിന്റെ പ്രസക്തി എത്രയാണെന്ന് മനസ്സിലാവുന്നത്. രണ്ട് ഭാഗവും നമ്മൾ പഠിക്കണം. വെള്ളം ഉള്ളൊരവസ്ഥ, അത് അമിതമായാലുള്ള അവസ്ഥ, വെള്ളം ഇല്ലാതെ വരുന്നൊരവസ്ഥ, ഇത് രണ്ടും നമ്മൾ പഠിക്കണം. ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അല്ലാഹു തആല എന്നിട്ട് പറയുന്നൊരു കാര്യം എന്താണെന്ന് പറയാം, ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് നാം ദുസ്വാദുള്ള ഉപ്പുവെള്ളമാക്കുമായിരുന്നു. ഏത്? കുടിവെള്ളത്തെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. കുടിവെള്ളമായി നമുക്ക് നൽകുന്ന വെള്ളം അത് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ദുസ്വാദുള്ള, സ്വാദില്ലാത്ത ഉപ്പുവെള്ളമാക്കുമായിരുന്നു. എന്നിരിക്കെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ചോദ്യമാണ് അല്ലാഹുവിന്റെ. ഫലൗലാ തഷ്കുറൂൻ. നന്ദി കാണിക്കാത്ത ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? എത്രത്തോളം നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്? കണക്കില്ലാതെ കിണറുകളിൽ നിന്നും വെള്ളം കോരി ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? മോട്ടർ അടിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടില്ലേ? ആലോചിച്ച് നോക്ക്. അപ്പൊ കറണ്ട് ബില്ലിന്റെ കണക്കൊക്കെ പറയാം, അത് മറ്റൊരു വശം. കറണ്ട് ബില്ലും മോട്ടോർ വെക്കലൊക്കെ വെള്ളം വന്നതിന് ശേഷമാണ്. ആ വെള്ളം വരുന്നത് എങ്ങനെയാണ്? കിണർ കുത്തി ആ കിണറിനകത്തേക്ക് വെള്ളം ഉണ്ടാവണ്ടേ? എങ്ങനെയുണ്ടായത്? ആകാശത്ത് നിന്നും വഅൻസൽനാ മിനസ് സമാഇ മാഅ, അല്ലാഹു ഇറക്കി തന്ന വെള്ളമാണത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യം എന്താണെന്നറിയോ? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഞാൻ ആദ്യം ഓതി വെച്ച വചനമാണ്. ഒരു നിശ്ചിത അളവിൽ നാം ആകാശത്ത് നിന്നും വെള്ളം അഥവാ മഴ ഇറക്കി അതിനെ ഭൂമിയിൽ തങ്ങി നിർത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല, നിശ്ചയമായും അത് കൊണ്ടുപോകുവാൻ അഥവാ വറ്റിച്ച് കളയുവാൻ നാം കഴിവുള്ളവനുമാകുന്നു. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല. നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ് 1447 വർഷങ്ങൾക്കപ്പുറം എഴുത്തും വായനയും അറിയാതിരുന്ന ഒരു മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സമൂഹത്തെയും അതിനുശേഷം വന്ന സമൂഹങ്ങളെയും ഒക്കെ പരിവർത്തിപ്പിച്ചെടുത്ത് ബുദ്ധിയും ബോധവും വിവേകവും നൽകി ചിന്താശക്തിയും ഒക്കെ നൽകി മനസ്സിലാക്കി കൊടുത്ത് ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ 2 കൈവെള്ളയിലും കിട്ടിയ പരിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ നമ്മളോട് അല്ലാഹു തആല ചോദിക്കുകയും പറയുകയും ചെയ്യുകയാണ്. وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون. എത്ര യാഥാർത്ഥ്യമാണ് അല്ലേ? മണിക്കൂറുകൾ കൊണ്ട് മാത്രം ഭൂമിയിൽ വെള്ളം പൊക്കി ഉയർത്തി ആ വെള്ളത്തെ വറ്റിച്ച് കളയുവാനും കഴിവുള്ളവനാകുന്നു അല്ലാഹു തആല എന്ന് പഠിപ്പിക്കുകയാണ്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്ക്. മഴക്കാലത്ത് അല്ലാഹു തആല വെള്ളം ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. വേനൽക്കാലം എന്നുള്ള ആ ഒരു സമയപരിധി എത്തുമ്പോഴോ പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ്, അല്ലേ? വെള്ളമില്ല, കൃഷി നശിച്ചു, കുടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, അലക്കാൻ വെള്ളമില്ല, പുഴയിലില്ല, കിണറിലില്ല, കായലിലില്ല, തോട്ടിലില്ല, ഒക്കെ നമ്മൾ തന്നെയാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നതിന് മുമ്പായിക്കൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുകയാണിത്. മഴ വർഷിപ്പിക്കുവാൻ കഴിവുള്ളവനും ആ വെള്ളം ഭൂമിയിൽ കെട്ടിനിർത്തുവാൻ കഴിവുള്ളവനും ആ വെള്ളത്തെ വറ്റിച്ചു കളയുവാൻ കഴിവുള്ളവനും ഞാനാണെന്ന് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, ബോധ്യപ്പെടുത്തി തരികയാണ്. അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അതിനനുസരിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണ് ഇതിലൂടെയൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്.
അതിനെ തർക്കിക്കുവാനോ അതിനെ നിഷേധിക്കുവാനോ അതിനെ തള്ളിക്കളയുവാനോ അതിനെ മാറ്റിവെക്കുവാനോ നമുക്ക് അധികാരവും അവകാശവും ഇല്ല. പരിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടു, മണ്ണിടിഞ്ഞു വീണു അല്ലേ? മണ്ണിടിഞ്ഞു വീണു, കുറച്ച് ആളുകൾ മരണപ്പെട്ടു. നിൽക്കുന്ന നിപ്പിൽ സംഭവിക്കുകയാണ്. എന്താ കാരണം? എന്താണ് അതിന്റെ കാരണം? എന്താണ്? അള്ളാഹുവാണ് അതിന്റെ കാരണം? അല്ല, അതും അല്ലാഹു തആല നമ്മളോട് പറയുകയാണ് സൂറത്ത് റൂമിന്റെ വചനത്തിലൂടെ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അല്ലാഹു തആല സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം വെളിപ്പെട്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, വയനാട്ടിലുണ്ടായ ആ ഒരവസ്ഥ എന്താണ്? ഒരു ഭാഗത്ത് റോഡുണ്ടാക്കാൻ മല തുരന്നുകൊണ്ട് കണക്കില്ലാത്ത തരത്തിൽ മണ്ണൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കൂട്ടിവെച്ചു. ഒരു മലയോളം വലിപ്പത്തിൽ തന്നെയായിരുന്നു അത് കൂട്ടിവെച്ചത്. എന്തായി? ഒരു മഴ അള്ളാഹു വർഷിപ്പിച്ചു. ആ വന്ന വെള്ളം ഈ മണ്ണും കൊണ്ട് താഴെ കൊണ്ട് പോകുന്നു. അവിടെ പണിയെടുത്തിരുന്ന കുറെ ആൾക്കാർ അതിലൂടെ മരണപ്പെട്ടു. അത് ആരെ കാരണം കൊണ്ടാ? അള്ളാഹുവിന്റെ കാരണം കൊണ്ടാ? അല്ല, മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി കൊണ്ടാണ് സംഭവിച്ചത്. അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്, നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ. സൂറത്ത് റൂമിന്റെ 41-ാമത്തെ വചനമാണിത്. എന്നിട്ടോ, അവർ പ്രവർത്തിച്ചതിൽ ചിലതിന്റെ ഫലം അവർക്ക് ആസ്വദിപ്പിക്കുവാൻ വേണ്ടി അത്ര അത് അവർ ഒരു വേള മടങ്ങിയേക്കാം. അതുകൂടി അല്ലാഹു തആല പറയുക. ചിന്തിക്കുകയും ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷം മടങ്ങിയേക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് തെറ്റ് സംഭവിച്ചത് എന്ന് സ്വയം ബോധ്യപ്പെട്ടുകൊണ്ട് മടങ്ങിയേക്കാം. ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ട് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഓരോന്നും. അല്ലേ? തൊട്ടടുത്ത് തന്നെയല്ലേ നിങ്ങളുടെ പ്രദേശത്ത്? നമ്മുടെ പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെയല്ലേ മരങ്ങളും മറ്റുള്ളതും ഒക്കെ വന്ന് പാലത്തിനടിയിൽ തങ്ങി വെള്ളത്തിന് ഒഴുക്ക് ബുദ്ധിമുട്ടായി. അപ്പൊ വെള്ളം പൊങ്ങാതിരിക്കുമോ? അത് തുറന്നു വെച്ചു കൊടുക്കണം, മണ്ണ് തുറന്നു വെച്ചു കൊടുക്കണം വെള്ളം പോകാൻ കടലിലേക്ക്. അത് ചെയ്യാത്തടത്തോളം വെള്ളം പോകും. അവിടെയും മനുഷ്യൻ ആ മണ്ണ് അവിടെ തന്നെ കൂട്ടിയിട്ടു, വെള്ളം പോകാൻ പ്രയാസമായി അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? അത് സർക്കാരിൻ്റെ കുഴപ്പമാണ്. സർക്കാരിൻ്റെ കുഴപ്പമല്ല, മനുഷ്യർ ചെയ്തു വെക്കുന്ന കുഴപ്പമാണ്. സർക്കാരിനെ കുറ്റമില്ല. അള്ളാഹു ഒരു കാര്യം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനും നമ്മൾ തയ്യാറാവണം. നമ്മുടെ മുറ്റത്ത് കുറെ മണ്ണും കല്ലൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും? വെള്ളം അവിടെ കിടക്കും, ഒഴുകിപ്പോകാൻ വഴിയില്ല. മാത്രവുമല്ല, മനുഷ്യന്റെ കൈകടത്തലുകൾ ഒരുപാടുണ്ട്. കെട്ടി നിർത്തിക്കൊണ്ട് ആ വെള്ളത്തെ പോകാൻ അനുവദിക്കാത്ത തരത്തിലാണ് ഇന്ന് വീടുകളൊക്കെ കെട്ടിയുണ്ടാക്കുന്നത്, കെട്ടിടങ്ങളൊക്കെ വെച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം അങ്ങനെ കുത്തിയൊലിച്ച് വരും, ആ കെട്ടിടവും കൊണ്ടങ്ങ് പോകും ഒരു പരിധി കഴിഞ്ഞാൽ. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഈ വെള്ളം, അതിനെ തടുക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ എന്നല്ല, സാധിക്കില്ല. കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും കൊണ്ട് നിൽക്കാൻ കഴിയുമോ? ഒന്നിനും കഴിയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ആ കാര്യമാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ ഓർക്കേണ്ടത്. ലോകത്ത് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം അതായിരുന്നു. ഇന്നും അത് തന്നെയാണ്, അതിലപ്പുറം വേറെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين قال سآوي إلى جبل يعصمني من الماء قال لا عاصم اليوم من أمر الله إلا من رحم وحال بينهما الموج فكان من المغرقين.
وقيل يا أرض ابلغي ماءك ويا سماء أقلعي وغيض الماء وقضي الأمر واستوت على الجودي وقيل بعدا للقوم الظالمين. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഈ വചനം. ഒരുപാടുണ്ട് പറയാൻ. എങ്ങനെയാണ് അദ്ദേഹത്തോട് കൽപ്പിക്കുന്ന ആ കൽപ്പനകളൊക്കെ ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലേ? അടുപ്പിൽ നിന്ന് പോലും, ഭൂമിയിൽ നിന്ന് ഉറവെടുത്ത് വെള്ളം, ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു 7 രാവും പകലും. അങ്ങനെ വെള്ളം ഉയർന്നു മലയോളം പൊങ്ങി ആ കപ്പലിൽ ഇണകളായിക്കൊണ്ടുള്ള ജീവജാലങ്ങളെയൊക്കെ കയറ്റി പുറപ്പെടാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയാണ്. അങ്ങനെ പുറപ്പെടുകയാണ്. സ്വന്തം മകൻ അതിൽ കയറാൻ കൂട്ടാക്കിയില്ല. ആ മകനോട് പറയുന്ന രംഗമാണ് ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ എന്ന് പറയുന്നത്. അവൻ പറയുകയാണ്, രക്ഷപ്പെടാൻ കയറിക്കൊള്ളാൻ പറഞ്ഞപ്പോ ആ മകൻ പറയുകയാണ്, വെള്ളത്തിൽ നിന്ന് എനിക്ക് രക്ഷ നൽകുന്ന വല്ല മലയിലും ഞാൻ അഭയം തേടിക്കൊള്ളാം, നീന്തി മലയിൽ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്തുണ്ടായത്? ഒരു മറ സംഭവിച്ചു. മഴയിലൂടെ ആ വെള്ളം പൊങ്ങി വാപ്പയുടെയും മകൻ്റെയും നടുവിലൊരു മറ വന്നു. മകൻ എന്തായി? മുങ്ങി നശിപ്പിക്കപ്പെട്ടു, മരിച്ചുപോയി. വാപ്പക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. വാപ്പ ആരാണ്? പ്രവാചകനാണ്. പ്രവാചകന് സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ കഴിയാത്തൊരു ചരിത്രമാണത്. ആ കപ്പല് ജൂതി പർവ്വതത്തിന്റെ മുകളിൽ ഉറച്ചു നിന്നു. വെള്ളമിറങ്ങി. അള്ളാഹുവിന്റെ കൽപ്പന വരിക, ഭൂമിയെ വെള്ളം വിഴുങ്ങൂ, ആകാശമേ മഴ നിർത്തൂ എന്ന് അള്ളാഹു കൽപ്പിച്ചു. അവിടെ നിന്നു. പാഠമാണ് സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ആയത്തിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലണം നമ്മൾ. കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായി ജീവിച്ചാൽ മാത്രം പോരാ, ഇറങ്ങിച്ചെന്ന് കൃത്യമായി പഠിക്കണം. ആരെയും ബോധ്യപ്പെടുത്തണ്ട. അള്ളാഹു ബുദ്ധിയും ബോധവും വിവേകവും വായിക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുകൾ ഓരോന്നും നമ്മുടെ അവയവങ്ങളായിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. ആ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തണം, ഉൾക്കൊള്ളണം. അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. മഴയെ ശപിക്കുവാൻ നമുക്ക് യാതൊരു അധികാരവുമില്ല. വെള്ളത്തെ കുറ്റം പറയുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. അള്ളാഹു തആല യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് രണ്ടാമതൊരിക്കൽ കൂടി സ്വന്തത്തോടുന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ റസൂലേ, മഴ കൂടിയത് കൊണ്ട് സമ്പാദ്യങ്ങൾ നശിച്ചു, വഴികൾ താറുമാറായി, മഴ നിൽക്കാൻ അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ്. എപ്പോഴാണ്? വെറുതെ ഇരിക്കുമ്പോഴല്ല, വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചൊരു കാര്യത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു മനുഷ്യൻ കയറി വന്നുകൊണ്ട് പറയുന്നൊരു രംഗമാണ്. അങ്ങനെ അദ്ദേഹം قال فرفع رسول الله صلى الله عليه وسلم يديه ثم قال اللهم حوالينا ولا علينا اللهم على الآكام والجبال والآجام والضراب والأودية ومنابت الشجر. صحيح البخاري. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തു, അള്ളാഹുവേ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കി തീർക്കണമേ, ഇതിനെ ഞങ്ങളുടെ മേലൊരു ശിക്ഷയായി തീർക്കരുതേ. അള്ളാഹുവേ, ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വാരങ്ങളിലും മരങ്ങളുടെ വേരുകളിലേക്കും നീ ആക്കി തീർക്കണമേ. ഇങ്ങനെ ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഴ അധികമായാൽ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന.
ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം എപ്പോഴും. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ, അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലിക്നാ ബിഅദാബിക വആഫിനാ ഖബ്ല ദാലിക എന്ന് പറയുന്നൊരു പ്രാർത്ഥന. ഇടിമിന്നലുണ്ടാകുമ്പോഴും മഴ വർഷിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അതും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ പ്രാർത്ഥനകളാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. അതിനനുസരിച്ച് കൊണ്ടാണ് കാര്യങ്ങൾ നീക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാത്രവുമല്ല നമ്മൾ എങ്ങനെയുള്ളവരാവണം എന്നുള്ളതാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത വയുഅത്തുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതത്ര വക്രതയില്ലാത്ത മതം. ഇത് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞതാണ്. ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായി തീരണം നമ്മൾ ഓരോരുത്തരും. കളങ്കമില്ലാത്ത രൂപത്തിൽ ഋജുമനസ്കരായിക്കൊണ്ടായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സക്കാത്ത് കൊടുക്കുവാനും ഒക്കെ തയ്യാറാവേണ്ടത്. നമുക്കറിയാം, അള്ളാഹുവിനെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചൊരു ഭവനമാണിത്. അവനോട് മാത്രം സഹായം തേടാൻ, സുജൂദിൽ കിടന്ന് ആത്മാർത്ഥമായിട്ട് നേർക്കുനേരെ പറയുവാൻ ഒരിടയാളിൻ്റെ ആവശ്യമില്ല. എല്ലാം നേർക്കുനേരെ നമ്മൾ അള്ളാഹുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. എങ്ങനെ സംസാരിക്കുക? അപ്പോൾ സംശയം വരിക. അപ്പം അതിനിടയിൽ ഒരു വസവാസം ഉണ്ടാവുകയാണ്. എങ്ങനെ സംസാരിക്കുക? ഏതാണോ നമുക്ക് നൽകിയിട്ടുള്ള ഭാഷ, മാതൃഭാഷ, ആ മാതൃഭാഷയിലൂടെ അല്ലാഹു തആല കേൾക്കും, അറിയും, മനസ്സിലാക്കും. അറബി തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. ലോകത്ത് എത്ര ഭാഷകളുണ്ട്? അതാരുണ്ടാക്കിയ ഭാഷ? മനുഷ്യരുണ്ടാക്കിയ ഭാഷ അല്ല, അള്ളാഹു ഉണ്ടാക്കിയ ഭാഷകളാണ് അതൊക്കെ. ആ ഭാഷകളിൽ അതാത് നാടുകളിലുള്ളവർക്ക് സംസാരിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയതാണ്. ആ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവും, കേൾക്കും. അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് അല്ലാഹു തആല മറുപടിയും നൽകും. അപ്പം തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. കൈ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം തന്നെ 10,000 രൂപ തരണേന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത് അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ ഇരിക്കും. ഒരു പക്ഷെ പള്ളിയിൽ നിന്നും പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് വണ്ടി എടുത്ത് അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴായിരിക്കും വന്നിട്ട് ഒരാൾ അങ്ങനെയാണ് ലഭിക്കുക. അങ്ങനെയാണ് സഹായങ്ങൾ ലഭിക്കുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ. ചിലപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും, വീട്ടിൽ ചെന്ന് കയറുമ്പോഴായിരിക്കും ഒരാൾ നമ്മളെ കാത്തവിടെ നിൽക്കുന്നു, നമ്മളെ സഹായിക്കാം. അങ്ങനെയാണ് സഹായങ്ങൾ ലഭിക്കുക. അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ പരിശ്രമിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വാപ്പക്കും ഉമ്മക്കും മക്കൾക്കും ഒക്കെ പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകിയിരിക്കുന്നത് ചെലവഴിക്കാൻ വേണ്ടിയാണ്. ചെലവഴിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കണം. അതിങ്ങനെ പിടിച്ചു വെക്കാനുള്ളതല്ല. മരണം വന്നെത്തുന്നതിന് മുമ്പായി ചെലവഴിക്കാൻ തന്നത് നിങ്ങൾ ചെലവഴിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ഉള്ള സമ്പത്തിൽ നിന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട് അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ നൽകാൻ കഴിയുന്നത് അത് നൽകുക. ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആരെയും കാണിക്കുവാനുമല്ല, ആരെ കൊണ്ട് പറയിപ്പിക്കുവാനുമല്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം സ്വർഗത്തിൽ 2 നിലയുള്ള മണിമാളിക നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. പള്ളിയുടെ പരിപാലകനായി തീരുമ്പോൾ ലഭിക്കാനിരിക്കുന്നൊരു അനുഗ്രഹവും അള്ളാഹുവിൻ്റെ തൃപ്തിയുമാണത്. അത് നേടാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തആല ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്കും
ആയുസ്സും ആരോഗ്യവും ബർക്കത്തും റഹ്മത്തും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അതെല്ലാം അല്ലാഹു തആല അവർക്ക് ജീവിക്കുവാനുള്ള പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവരെയും നമ്മളെയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് ജീവിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب